ഹലോ. അപ്പോൾ നമ്മളിന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് രാവിലെ തന്നെ വീഡിയോ എടുത്തിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാണിക്കാവേ. അപ്പോൾ രാവിലെ ഇത് കണ്ടോ, ഇങ്ങനെയാണ്. 4 മണി 4:30 ആയിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ തന്നെ ഇറങ്ങും. അപ്പോൾ രാവിലത്തെ ആ ഇരുളിമ, ആ ദൃശ്യമൊന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണേ. നല്ല രസമുണ്ട് കാണാൻ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ളതാണ്, വീട്ടിലെ പട്ടിക്കുട്ടിയാണിത്. അപ്പോൾ ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് രാവിലത്തെ കാപ്പിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇതാ കപ്പയൊക്കെ നമ്മൾ റെഡിയാക്കുകയാണ്. കപ്പ റെഡിയാക്കി അതിൻ്റെ കൂടെ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ രാവിലത്തെ പരിപാടി ഇതായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ളത്, രാവിലെ ഞാനാണ് ആദ്യം എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണ് വീട്ടിൽ കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസാക്കി കൊത്തി അരിഞ്ഞിട്ട് വേണം നമ്മളിത് പുഴുങ്ങിയെടുക്കാനായിട്ട്. പുഴുങ്ങിയെടുത്തത് പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ വേകുന്നൊരു കപ്പയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല. ഞാൻ കൊത്തി വേവിച്ചതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നല്ല രസമായിരുന്നു. യാത്രയൊക്കെ വെളുപ്പിനെ പോയതുകൊണ്ട് തന്നെ നേരത്തെ എത്താൻ പറ്റി. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇത് ഇളക്കി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കറി കൂടെയുള്ളപ്പോൾ നമുക്കിങ്ങനെ എടുത്താൽ മതിയാകും. അതിനകത്ത് അരപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരപ്പ് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. പക്ഷേ ഞാനിങ്ങനെയാണ് റെഡിയാക്കി എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതും കൂട്ടി കഴിക്കുക. രാവിലത്തെ പരിപാടി ഇതായിരുന്നേ.